നമസ്കാരം. ഒരു മനുഷ്യൻ തന്റെ ആയുസ്സിലെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് കെട്ടിപ്പടുത്ത വീടിന് മുമ്പിൽ അഭയാർത്ഥിയാകുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിക്കൂ. ആലോചിക്കാൻ പോലും ഭയമുണ്ടാക്കുന്ന ഈ സാഹചര്യം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ ഒരു കുടുംബം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞു. 80 വയസ്സായ വയോധികരും കൊച്ചുകുട്ടികളും അടങ്ങുന്ന ഹരികുമാറിന്റെ കുടുംബം 6ഓളം ദിവസമാണ് സ്വന്തം വീടിന് മുന്നിലെ റോഡരികിൽ ആ നന്ദി ഉറങ്ങിയത്. സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാകേണ്ടി വന്ന ആ കുടുംബത്തിന്റെ വേദന കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കുന്നതായിരുന്നു. എന്നാൽ ഇന്ന് ആ കണ്ണീർ ഉണങ്ങിയിരിക്കുന്നു. ആ വീടിന്റെ ഉമ്മറത്ത് ഇന്ന് സമാധാനത്തിന്റെ വിളക്ക് തെളിയുന്നു. ഈ അത്ഭുതകരമായ മാറ്റത്തിന് പിന്നിൽ BJP സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണിയുടെയും സേവാഭാരതി പ്രവർത്തകരുടെയും മാസങ്ങൾ നീണ്ട നിശബ്ദമായ പോരാട്ടമുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകുന്ന ഭാരതീയ സംസ്കാരം എങ്ങനെ ഒരു കുടുംബത്തിന് താങ്ങായി മാറി എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുന്നത്. മല്ലപ്പള്ളി ആനിക്കാട് സ്വദേശിയായ ഹരികുമാറിന്റെ കഥ തുടങ്ങുന്നത് ഏകദേശം ഒരു പതിറ്റാണ്ട് മുമ്പാണ്. 2012 തന്റെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാൻ മല്ലപ്പള്ളി ഹൗസിംഗ് അസോസിയേഷനിൽ നിന്നും 2 ലക്ഷം രൂപയോളം ഹരികുമാർ വായ്പയായി എടുത്തിരുന്നു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതൊരു വലിയ തുകയായിരുന്നില്ലെങ്കിലും ജീവിത സാഹചര്യങ്ങൾ മാറി മറിഞ്ഞതോടെ തിരിച്ചടവ് മുടങ്ങി തുടങ്ങി. പലിശയും പിഴപ്പലിശയുമായി തുക പെരുകിക്കൊണ്ടിരുന്നു. ഹരികുമാറിന്റെ കുടുംബത്തിൽ പ്രായമായ മാതാപിതാക്കളുണ്ട്. അവരുടെ ചികിത്സാ ചെലവുകളും ദൈനംദിന ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ബാങ്ക് കുടിശ്ശിക തീർക്കാനായി അദ്ദേഹത്തിന് സാധിക്കാതെ വന്നു. ഒടുവിൽ നിയമപരമായ നടപടികളിലൂടെ ഹൗസിംഗ് അസോസിയേഷൻ വീട് ജപ്തി ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ വീടിന് പുറത്താക്കപ്പെട്ട ആ കുടുംബത്തിന് മുന്നിൽ ഇരുട്ട് മാത്രമായിരുന്നു ശേഷിച്ചത്. കയ്യിൽ പണമില്ല, പോകാൻ മറ്റൊരിടമില്ല. സ്വന്തം വീടിന് മുന്നിലെ റോഡരികിൽ പായ വിരിച്ച് അവർ അന്തിയുറങ്ങി. 6 ദിവസം നീണ്ടുനിന്ന ആ നരകയാതന മാധ്യമങ്ങളിലൂടെ ലോകമറിഞ്ഞപ്പോൾ മാത്രമാണ് ഇത്രയും ഗൗരവകരമായ ഒരു വിഷയം നമ്മുടെ മുന്നിലെത്തിയത്. ഒടുവിൽ വിഷയം സേവാഭാരതി പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അവർ ഇടപെട്ടു. അവർ ഉടൻ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടു. തെരുവിൽ കഴിയുന്ന കുടുംബത്തെ അവിടുന്ന് മാറ്റുക എന്നതായിരുന്നു ആദ്യത്തെ കടമ്പ. സേവാഭാരതി പ്രവർത്തകർ അടിയന്തരമായി ഇടപെട്ട് 8 കിലോമീറ്റർ അകലെയുള്ള ജീവായപുരത്ത് ഒരു വാടക വീട് ഏർപ്പാടാക്കി. 6ആം ദിവസം ആ കുടുംബം സുരക്ഷിതമായ ഒരു മേൽക്കൂരയ്ക്ക് താഴെയെത്തി. അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും മറ്റ് അവശ്യ സൗകര്യങ്ങളും സേവാഭാരതി ഉറപ്പുവരുത്തി. വാടക വീട് ഒരു താൽക്കാലിക പരിഹാരം മാത്രമായിരുന്നു. ഹരികുമാറിനും കുടുംബത്തിനും അവരുടെ സ്വന്തം മണ്ണിലേക്ക് തിരികെ വരണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ നിയമപരമായി അത് വെല്ലുവിളിയായിരുന്നു. 2012 ഹരികുമാർ മല്ലപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 2 ലക്ഷം രൂപ കൈപ്പറ്റിയത്. അത് പലിശയും മറ്റുമായി വർദ്ധിച്ച് അങ്ങനെ തിരിച്ചടവ് മുടങ്ങി. അങ്ങനെ കാര്യങ്ങൾ ജപ്തിയിലെത്തി. കാര്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് സുമനസ്സുകളുടെ സഹായവും കിട്ടിയിരുന്നു. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ അവശേഷിച്ചിരുന്നു. അതുകൂടി അടിയന്തരമായി ലഭിച്ചാൽ മാത്രമേ കാര്യങ്ങളെല്ലാം നടത്താൻ സാധിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നു എന്ന അവസ്ഥ വന്നപ്പോൾ മാധ്യമങ്ങളിൽ നിന്നും കൂടാതെ സേവാഭാരതിയിൽ നിന്നും എല്ലാം കേട്ടറിഞ്ഞ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ BJP സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണി വിഷയത്തിൽ ഇടപെട്ടു. രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കോ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കോ സമയം കളയാതെ അദ്ദേഹം ആദ്യം ചെയ്തത് ആ തുക കുടുംബത്തിന് നേരിട്ടെത്തി കൈമാറുക എന്നതായിരുന്നു. അതോടെ ആ കുടുംബത്തിന്റെ ദീർഘകാലത്തെ ആ ദുഃഖം അവസാനിക്കുകയായിരുന്നു. അസോസിയേഷനുമായി നിരന്തരം ചർച്ചകൾ നടത്തി നിയമപരമായ തടസ്സങ്ങൾ ഓരോന്നോരോന്നായി നീക്കം ചെയ്ത് ഈ ഒരു സംഭവത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ. ഭാരതം ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സേവന സംസ്കാരത്തിന്റെ പ്രതിരൂപമാണ് സേവാഭാരതി. കേരളത്തെ ഉലച്ച 2018 പ്രളയകാലത്തും കൊറോണ മഹാമാരിയുടെ സമയത്തും സർക്കാരുകൾക്ക് പോലും എത്താത്തിടത്ത് സേവാഭാരതി വോളണ്ടിയർമാർ എത്തിയത് നമ്മൾ കണ്ടതാണ്. ജീവാശ്രയ പോലെയുള്ള ക്ലിനിക്കുകളിലൂടെയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഡയാലിസിസ് യൂണിറ്റുകളിലൂടെയും അവർ സാധാരണക്കാരന്റെ ജീവൻ രക്ഷിക്കുന്നു. രാജ്യത്തുടനീളം വീടില്ലാത്തവർക്കായി ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന സേവാഗ്രാം പോലെയുള്ള പദ്ധതികൾ സേവാഭാരതിയുടെ വലിയ നേട്ടമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിനൊപ്പം അവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളും വിദ്യാഭ്യാസ ഗ്രാന്റുകളും നൽകി വരുന്നു. മല്ലപ്പള്ളിയിൽ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ നടന്നത് ഈ വലിയ സേവന ശൃംഖലയുടെ ഒരു ഭാഗം മാത്രമാണ്. രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറം ഒരു സഹജീവിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഓടിയെത്തുക എന്ന ഭാരതീയ ചിന്താഗതിയാണ് ഇവിടെ വിജയിച്ചത്. നീണ്ട വർഷത്തെ കാത്തിരിപ്പിനും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ ആ സുപ്രധാന നിമിഷം എത്തിച്ചേർന്നു. ഹരികുമാറിന്റെ വീടിന്റെ താക്കോൽ അനൂപ് ആന്റണിയും സേവാഭാരതി പ്രവർത്തകരും ചേർന്ന് അദ്ദേഹത്തിന് കൈമാറി. ആ നിമിഷത്തെ ഹരികുമാറിന്റെ വികാരം വാക്കുകൾക്കപ്പുറമായിരുന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ തിരിച്ചെത്തണമെന്നും ഇവിടെ കിടന്നുറങ്ങണമെന്നും വലിയ ആഗ്രഹമായിരുന്നു. ഇന്നത് സാധ്യമായതിൽ വലിയ സന്തോഷമുണ്ട്. സഹായിച്ച എല്ലാവർക്കും നന്ദി. വികാരധീരനായ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഓരോ മലയാളിയിലും ഉണ്ടാക്കിയ ആശ്വാസം ചെറുതൊന്നുമല്ല. എന്താ പറയുന്നത്, സ്വന്തം വീട്ടിൽ
തന്നെ കഴിയുക എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചും അതിൽ പരം സന്തോഷം നൽകുന്ന വേറൊന്നുമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുടുംബം കുറേ കാലങ്ങളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ചത് ഇവിടുത്തെ സംഘത്തിൻ്റെ പ്രവർത്തകരും അനിക്കയുടെ BJPയുടെ പ്രവർത്തകരും സേവാഭാരതിയൊക്കെ ചേർന്നൊരു വലിയ പ്രവർത്തനമാണ് ചെയ്തത്. സമൂഹത്തിൽ ഇന്നും നന്മ ബാക്കിയുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം. നിയമങ്ങൾ പലപ്പോഴും സാധാരണക്കാരന് അപ്രാപ്യമാകുമ്പോൾ അവിടെ കരുണയുടെയും കരുതലിന്റെയും കരങ്ങളുമായി ആരെങ്കിലുമൊക്കെ എത്തുന്നു എന്നത് വലിയ കാര്യമാണ്. അനൂപ് ആന്റണി കാണിച്ച മാതൃക ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുമപ്പുറം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി നിലകൊള്ളുക എന്ന വലിയ ദൗത്യമാണ് അദ്ദേഹം അവിടെ നിറവേറ്റിയത്. അതുപോലെ തന്നെ ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ ഇത്തരം സന്നദ്ധ സംഘടനകളുടെ പങ്കും വളരെ വലുതാണ്. എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമമാണ്. ശരിക്കും വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ആദ്യം ഈ വാർത്ത ശ്രദ്ധയപ്പെടുന്ന സമയത്തെ. 2 വർഷം ആവുന്നു ഇന്നിപ്പോൾ കൃത്യമായിട്ട്. 2 വർഷം വരെ ഉള്ളൊരു കാലതാമസത്തിൽ ഇവർ താമസിച്ചത് നമ്മളോട് ബന്ധപ്പെട്ട് തന്നെ ഒരു വീട് അറേഞ്ച് ചെയ്ത് അവിടെ താമസിപ്പിക്കാൻ സാധിച്ചു വന്ന്. പിന്നീട് സഹകരണ ബാങ്കുകളുടെ ഒരു പൊതു സ്വഭാവം അറിയാമല്ലോ, അവിടെ കിടന്ന് എടുത്ത തുക ഇരട്ടിയായി, അതിന് മുകളിലായി. അപ്പം അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഒരു രൂപ പോലും കുറയ്ക്കാൻ ഈ ബന്ധപ്പെട്ട അധികാരികളോ സഹകരണ വകുപ്പോ ഒന്നും തയ്യാറായില്ല, പല നിവേദനങ്ങളും ഒക്കെ കൊടുത്തിട്ടും. അങ്ങനെ വന്ന സമയത്ത് സാമ്പത്തിക ഒരു വലിയ പ്രശ്നമായിരുന്നു. പിന്നെ അവരാൽ കഴിയുന്നത് അവർ സ്വരുക്കൂട്ടിയതും സേവാഭാരതിയുടെ ശ്രമഫലമായതും. പിന്നെ ഒരുപാട് എത്ര നന്ദി പറയാനും തരില്ല അനൂപ്ജിയോട്. അദ്ദേഹത്തെ ഈ കാര്യം അറിയിച്ച സമയത്ത് രണ്ടാമതൊന്നും ആലോചിക്കുക പോലും ചെയ്യാതെ അദ്ദേഹം ആ കാര്യം ഏറ്റെടുക്കാൻ തയ്യാറായി, ബാക്കി തുക തരാൻ തയ്യാറായി. അങ്ങനെ അമ്മയുടെ ആഗ്രഹം പോലെ അമ്മ പറയുമായിരുന്നു, ആ പിറന്ന മണ്ണിൽ തന്നെ മരിക്കണം എന്ന് പൊതുവെ നമ്മളെല്ലാവരും പറയാറുള്ള പോലെ. അപ്പോൾ അവിടേക്ക് തന്നെ തിരിച്ചു കയറണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച് അവരെ ആ വീട്ടിലേക്ക് തിരികെ കയറുന്ന സമയത്ത് അവരുടെ മുഖത്തെ ആ സന്തോഷം തന്നെയാണ് നമുക്കുള്ള സംതൃപ്തി എന്ന് പറയുന്നത്. മനുഷ്യനെ സേവിക്കുന്നതാണല്ലോ ഈശ്വരനെ നേരിട്ട് സേവിക്കുന്നത്. ആ ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഇവിടുത്തെ മുഴുവൻ സംഘടനാ പ്രവർത്തകർ. സർക്കാരിന് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് സേവാഭാരതിയെ പോലെയുള്ള സംഘടനകളൊക്കെ ഒരു പാലമായി പ്രവർത്തിക്കുന്നത്. ഹരികുമാറിന്റെയും കുടുംബത്തിന്റെയും ഈ കഥ നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകരുത് എന്നും നമ്മളെ ചേർത്ത് പിടിക്കാൻ നല്ല മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്നും അങ്ങനെയുള്ളൊരു പാഠമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മല്ലപ്പള്ളിയിലെ ഈ കുടുംബം ഇന്ന് തങ്ങളുടെ വീട്ടിൽ സമാധാനത്തോടെ കഴിയുന്നു. അവരുടെ പ്രാർത്ഥനകളിൽ എന്നും അനൂപ് ആന്റണിയും സേവാഭാരതിയും ഉണ്ടാകും. നമ്മളും ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക. നമ്മുടെ ചുറ്റുമുള്ളവരുടെ കണ്ണീരൊപ്പം നമുക്ക് കഴിയുന്ന രീതിയിൽ പരിശ്രമിക്കാം. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നെഗറ്റീവ് വാർത്തകൾക്കിടയിൽ ഇതുപോലെയുള്ള നന്മകളുടെ കഥകൾ കൂടി ആളുകൾ അറിയട്ടെ. നന്മ ചെയ്യുന്നവർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ. ഭാരതം നന്മയുള്ളവരുടെ നാടാണ്. ഇവിടെ ആരും തനിച്ചല്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.